അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വർഷത്തെ കൃഷിക്കുള്ള തയ്യാറെടുപ്പിനായിട്ട് കുറച്ച് കുമ്മായമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് ഇത്തളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത്തൾ വാങ്ങിക്കുന്നതാണ് നമുക്ക് നല്ലത്. കുമ്മായത്തിൻ്റെ പൗഡറായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൽ കുറച്ച് മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല എഫക്റ്റ് കിട്ടാനായിട്ട് ഇത്തൾ വാങ്ങിച്ചിട്ട് പൗഡറാക്കി എടുക്കാം. അർബാനയിലിട്ടിട്ടാണ് കേട്ടോ ഇത്തൾ പൊടിക്കാൻ പോകുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ധാരാളം ചൂടാണ് ഉണ്ടാവുക. നിറയെ ചൂട് പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മളും ഇതിൻ്റെ നേരെ ഒന്നും മുഖം പിടിക്കാൻ പാടില്ല. മുഖത്തേക്കൊക്കെ നല്ല ചൂട് വരും. അപ്പോൾ ഇതേപോലെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തനിയെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. എല്ലാ കൃഷികളും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് മെച്ചപ്പെട്ട വിളവ് നമുക്ക് കിട്ടുകയുള്ളൂ. തെങ്ങിനും കവുങ്ങിനും എല്ലാത്തിനും നമ്മൾ കുമ്മായം ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് നേരം പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത്തളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഒരു 5-10 മിനിറ്റ് സമയമെടുക്കും ഇതൊന്ന് പൗഡറായിട്ട് കിട്ടാനായിട്ട്. ഇതിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം നമുക്ക് കവറുകളിലോ ചാക്കിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുമ്മായത്തിൽ ധാരാളം പൊടിയാത്ത കക്കകളൊക്കെ കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുമ്മായം കൃഷിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.